കൊച്ചി എടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തി. സംഭവത്തിൽ കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചു പറഞ്ഞ തൊടുപുഴയിലെ കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൈനോട്ടക്കാരനായ ശശികുമാറാണ് കസ്റ്റഡിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. ഇടപ്പള്ളിയിൽ നിന്നും 13-കാരനെ ഇന്നലെയാണ് കാണാതായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊടുപുഴയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത്. കുട്ടി ഇന്നലെ വൈകുന്നേരം തൊടുപുഴയിൽ എത്തിയപ്പോൾ കൂട്ടിക്കൊണ്ടുപോയ കൈനോട്ടക്കാരൻ ശശികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കും. പോക്സോയിലെ 7-8 വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുക്കുക. കുട്ടി തൊടുപുഴയിൽ ഇറങ്ങിയതു മുതൽ ഇയാൾ കസ്റ്റഡിയിൽ വെച്ചെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ഇയാളുടെ വീട്ടിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇതിനുശേഷം കുട്ടിയുടെ ദേഹത്ത് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. കുട്ടിയുടെ മുഖത്ത് ഇതിന്റെ പാടുണ്ടെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ കൊച്ചി എളമക്കര പോലീസിന് കൈമാറും. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എളമക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു 14 വയസ്സുള്ള കുട്ടി മിസ്സിംഗ് ആയതിലേക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൊടുപുഴ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ നമ്മളെ ഇൻഫോം ചെയ്തിട്ട് നമ്മളത് പരിശോധിച്ചപ്പോൾ കുട്ടിയെ നമുക്ക് മറ്റൊരാളുടെ കൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുട്ടിയെ ട്രേസ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൈമാറി അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇവിടുത്തെ ഒരു യൂട്യൂബ് ഇതിനകത്ത് ഈ തൊടുപുഴയെ പറ്റിയൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് പോരുന്നതാണ്. ഇവിടെ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ആള് ശിവകുമാർ എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ കുട്ടിയെടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇയാളെ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ആൾക്ക് മുമ്പ് കേസിലെ പ്രതിയൊക്കെയാണ് നമ്മൾ പരിശോധിച്ചത്. ഈ ശിവകുമാർ എന്ന് പറയുന്നത് ഇവിടെ ശശികുമാർ അയാൾക്ക് മുൻ കേസുകളുണ്ട്. നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാള് ഇവിടെ കൈനോട്ടം മറ്റുമായിട്ട് നടക്കുന്ന ഒരാളാണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകളൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പം കക്ഷിയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കുട്ടിയെ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ എളമക്കര പോലീസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്വീകരിക്കുന്നു. കുട്ടിയെ പറഞ്ഞത് ഇയാൾ കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. അപ്പം രാവിലെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അപ്പം അവിടെ ചെന്ന് വീട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബാക്കി വിശദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർ എളമക്കര റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. കുട്ടി ചോദ്യത്തിൽ പറഞ്ഞത് ഈ തൊടുപുഴയെ പറ്റി യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു യൂട്യൂബറുണ്ട്, അദ്ദേഹത്തിന്റെ ഫാനാണ്. അപ്പോൾ തൊടുപുഴ അത് കണ്ട് ഇറങ്ങി പോരുന്നതാണെന്നാണ് പറയുന്നത്. മുമ്പങ്ങോ പിതാവ് കൊടുത്ത പൈസ കൈവശം ഉണ്ടായിരുന്നു കുട്ടിയുടെ. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് തൊടുപുഴ വന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഈ ഇയാളുടെ കൂടെ പോകുന്നതിനും വരെ ഇവിടെ പരിസരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സിനിമാമോഹം ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കുട്ടികളെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടുത്തെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് കാര്യങ്ങളും മറ്റും നടന്നു. ഇന്നലെ മുതൽ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന കുട്ടിയുടെ ബന്ധുക്കൾ മൂവാറ്റുപുഴ വരെ എത്തിയിരുന്നു. തുടർന്നാണ് കുട്ടി തൊടുപുഴയിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയത്. തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ കൈനോട്ടക്കാരനാണ് കുട്ടിയുടെ വിവരം വിളിച്ചു പറഞ്ഞതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഇന്നലെ രാവിലെയാണ് ഇവനെ ഞാൻ 8:50 അല്ലമീൻ സ്കൂളിൽ റീടെസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ മഴയായത് കാരണം പെട്ടെന്ന് ടെസ്റ്റ് നടത്തിയിട്ട് ടീച്ചർ ഇവൻ നന്നായിട്ട് എഴുതിയിരിക്കണ കാരണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പേപ്പർ വാങ്ങിയിട്ട് ഇവനെ വിടുകയും. അപ്പോൾ ഇവനെ 9:30 മണിക്ക് മുമ്പ് അവിടെ പുറത്തു പോകും. അപ്പോൾ 1 മണി വരെയായി കാണാത്തത്. അത് കാരണം ഒരു 2 മണിയായപ്പോൾ ഞാൻ സ്കൂളിൽ വിളിക്കുമ്പോഴാണ് ഇവൻ സ്കൂളിൽ നിന്ന് നേരത്തെ 10 മണിക്ക് മുമ്പ് തന്നെ പോയെന്നുള്ള വിവരം അറിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ച് വേഗം സ്കൂളിൽ വന്ന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ ഏത് ടീച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ ടീച്ചറിനെയും കൊണ്ട് ഞങ്ങൾ എളമക്കര സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി. ഇന്നലെ CCTVകളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ കിട്ടിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അന്വേഷണം നടത്തിയത്. അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരു ആളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുറത്ത് ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനിത് ഇങ്ങനെ ഉള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോട് കൂടി വാങ്ങിയത്. ഇന്ന് രാവിലെ കുട്ടി അവസരമല്ലായിരുന്നു. അല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ക്ഷീണമുണ്ട്. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ഇടിയപ്പത്തിൻ്റെ പകുതി കഴിച്ചിറങ്ങി രാവിലെ 7 മണിക്ക്. പിന്നെ കുട്ടി ഇന്നത് വരെ ഒന്നും കഴിച്ചില്ല. ഒരു ചായ വാങ്ങിക്കും. ഇപ്പോൾ ഈ കൈനോട്ടക്കാരനാണ് ആരാണ് വിളിച്ചു പറഞ്ഞ അയാൾ ജോത്സ്യനാണെന്നാണ് പറഞ്ഞത്. സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയ കുട്ടിയെ ഇന്നലെ രാവിലെ മുതലാണ് കാണാതായത്. ഉച്ചയായിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ എളമക്കര പോലീസ് പരാതി നൽകുകയായിരുന്നു. നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നത്. കുട്ടി മൂവാറ്റുപുഴ സൈഡിലേക്കുള്ള ബസ്സിൽ കയറിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് കുട്ടിയെ കണ്ടെത്തിയത്.